ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണിയും ബൈജുവും കൂടെ എല്ലായിടും അലങ്കരിക്കുവാണ് കേട്ടോ. അപ്പോൾ കാർത്തികയെ ചോദിക്കുക, കഴിഞ്ഞില്ലേ കുറേ നേരം തുടങ്ങിയിട്ട്? അപ്പോൾ ബൈജു പറയാം, വലിയ ഡിസൈനർ അല്ലേ, മനസ്സിന് തൃപ്തിയാകുന്നവരെ എന്താച്ചാൽ ചെയ്യട്ടെ. കാർത്തിക പറയാം, അതേ കല്യാണി, എന്നെ കല്യാണം കഴിപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ, അതെന്താ ബൈജുവിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത്? ഇവനെയും എത്രയും പെട്ടെന്ന് കെട്ടിക്കണ്ടേ? കല്യാണി പറയുക, ഉറപ്പായും കെട്ടിക്കണം, അതിനിടയിലല്ലേ ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന്. ബൈജു പറയാ, ആക്സിഡൻ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടോ, ഒന്നൊന്നര ആക്സിഡൻ്റ് അല്ലായിരുന്നോ, ഇനി കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. ഇത് കേട്ട് കല്യാണിയും കാർത്തിയും ഭയങ്കര ചിരി കേട്ടോ. കല്യാണി പറയാ, അതിന് പ്രത്യേകിച്ച് ആരോഗ്യമൊന്നും വേണ്ട ബൈജു. ബൈജു പറയുക, സത്യം പറയുമല്ലോ, മര്യാദയ്ക്ക് നടക്കാൻ പോലും വയ്യ. കാർത്തിക കല്യാണം കഴിഞ്ഞാലേ നടക്കുമല്ല ബൈജു, നീ ഓടിക്കോളും. ബൈജു പറയാ, അതുകൊണ്ടാട്ടോ കേട്ടാത്തത്. ആ സമയത്തേക്ക് പെട്ടെന്ന് പ്രകാശനും ദീപയും വരുവാണ് കേട്ടോ ചെയ്യുന്നത്. ബൈജു പറയാ, ആരൊക്കെയായി വന്നിരിക്കുന്നത്? പുതുമണവളനും പുതുമണവാട്ടിയോ? പ്രകാശനും ദീപയും ചിരിക്കുക കേട്ടോ. കല്യാണി പറയാ, ഒരു മണവാട്ടി മുകളിലുണ്ട് കേട്ടോ. പ്രകാശൻ ആ മണവാട്ടിക്കുള്ളതാ ഇതെന്നും പറഞ്ഞിട്ട് കാണിക്കുന്നു. ദീപ പ്രകാശൻ ആ മണവാട്ടിക്കുള്ളതാണെന്ന് പറയട്ടെ. അപ്പോൾ പെട്ടെന്ന് ദീപ പറയാം, നാളെ നിശ്ചയത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2 ഭാര്യമാർക്കും വേണ്ടിയിട്ട് പ്രകാശേട്ടൻ വാങ്ങിത്തന്നു. കാർത്തിക പറയാ, 2 ആളുടെയും സാരി ഒന്ന് കാണിച്ചേ. അപ്പോൾ കല്യാണം ഒരു കവർ തുറന്ന് നോക്കാട്ടോ, ദീപയുടെയാണ്. പ്രകാശൻ അപ്പോൾ പറയാം, കാർത്തികയുടെ ഒരു കയ്യിലോട്ടൊരു കവർ കൊടുത്തിട്ട് പറയാം, മോളുടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളറാണോ എന്താണെന്ന് മോൾക്ക് അറിയാമല്ലോ, ഒന്ന് നോക്കിക്കേ. കല്യാണി എടുത്തിട്ട്, ആഹാ അടിപൊളി. കാർത്തി നോക്കി, ആരാ പറഞ്ഞു തന്നത് അമ്മയ്ക്കിത് ഇഷ്ടമല്ലെന്ന്? കല്യാണി അപ്പോൾ പറയാം, ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? വളരെ ചുരുങ്ങിയ കാലമെങ്കിലേ, ഒരു 1.5 കൊല്ലത്തോളം മറ്റേ ഭാര്യയെ കഴിഞ്ഞുള്ളൂ എങ്കിലും അതൊക്കെ അറിയാൻ സാധിക്കില്ലേ? അപ്പോൾ പ്രകാശൻ പറയാം, ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? അപ്പോൾ കാർത്തിക പറയാം, ഇവരുടെ കാര്യമല്ലേ, അത് പെട്ടെന്നൊന്നും ഒരിക്കലും കഴിയില്ല. കല്യാണി, കുറച്ചുകൂടെ ഉണ്ട്, ഈ സാരി ലക്ഷ്മിയമ്മയ്ക്ക് കൊടുക്കണ്ടേ? പ്രകാശൻ അപ്പോൾ ചോദിക്കുക, കാർത്തിക മോളോട് കൊണ്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം? അപ്പോൾ കാർത്തിക പറയാം, എന്നാൽ പെട്ടെന്ന് കൊണ്ട് കൊടുക്കുക, അമ്മ മുറിയിലുണ്ട്. കാർത്തിക പ്രകാശിൻ്റെ കയ്യിലേക്ക് സാരിയുടെ കവർ തിരിച്ചു കൊടുക്കുവാണ് കേട്ടോ. പ്രകാശൻ മുകളിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഒരു പുഞ്ചിരിയിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ബൈജു പറയാ, പ്രകാശേട്ടൻ്റെ നാണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കല്യാണി, അമ്മയുടെ ദേഹത്തൊക്കെ സാരി വെച്ച് നോക്കിയിട്ടുണ്ടാവുമല്ലോ എടുത്തത്. ദീപ പറയാ, അതേ, ഈ പ്രായത്തിൽ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. കാർത്തിക പറയാ, ഇതൊക്കെ ഒരു സന്തോഷമല്ല അമ്മേ. അപ്പോൾ ദീപ പറയാ, സന്തോഷമില്ലെന്നൊന്നും പറയുന്നില്ല, മോളുടെ അച്ഛൻ ഞങ്ങളെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ലല്ലോ, പക്ഷേ ഇതിപ്പോൾ പ്രകാശേട്ടനെ പോലെ സന്തോഷിക്കാൻ പറ്റില്ല. അതിന് പറ്റിയ സമയമല്ല മോൾ, ഏത് സമയത്ത് എന്ത് സംഭവിക്കാമെന്നൊരു ഭയം എല്ലാവരിലും ഉണ്ട്. അത് തന്നെയാണ് ഇങ്ങോട്ട് വന്നപ്പോഴും പ്രകാശേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ ഒരു കുഴപ്പവും കൂടാതെ നിശ്ചയം നടന്നാൽ മതിയായിരുന്നു, ഭഗവാനെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ലക്ഷ്മിയമ്മ റൂമിൽ എന്തോ കബോർഡിൽ എന്തോ ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രകാശൻ ലക്ഷ്മിയമ്മയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. പ്രകാശൻ, ലക്ഷ്മിൻ്റെ ഇതൊന്ന് വാങ്ങിക്ക്. ലക്ഷ്മി തിരിഞ്ഞു നോക്കുക, എന്താ ഇത്, ടെക്സ്റ്റൈൽസിൽ പോയോ? പ്രകാശൻ, നിശ്ചയമല്ലേ, നിനക്കൊരു സാരി എടുത്തിട്ടുണ്ട്, നിശ്ചയത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ടാണ്, നീ അതെടുത്തു വരണം. ലക്ഷ്മിയമ്മയ്ക്ക് പറ്റിയ വിലപിടിപ്പുള്ള സാരി വാങ്ങാനുള്ള കപ്പാസിറ്റിയൊന്നും എനിക്കില്ല, പക്ഷേ ആ കടയിൽ വെച്ച് കണ്ടപ്പോൾ അത് നിനക്ക് ചേരുമെന്ന് തോന്നിയ ഒരു സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നീ ഇത് ഉടുത്ത് കൊള്ളാമെന്ന് നോക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ്, പ്രകാശേട്ടൻ വെറുതെ സാരി വാങ്ങി പൈസ കളഞ്ഞു എന്നതിൽ വിഷമമുണ്ട്. വാങ്ങിക്കുന്നത് എത്ര വില കൂടിയതെല്ലാം കുറഞ്ഞതായാലും നാളെ ഇത് ഉടുത്തോണ്ടേ നിശ്ചയത്തിന് ഇറങ്ങത്തുള്ളൂ. മുമ്പുള്ള കാര്യം ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് സാരിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ് ഞാൻ പിന്നാലെ നടന്നിട്ടുണ്ട് ഒരെണ്ണം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്, അതും സ്വന്തം അമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം. പ്രകാശൻ പറയാം, എല്ലാം ഓർമ്മയുണ്ട് ലക്ഷ്മി, സാധാരണ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഓർമ്മ ഉണ്ടാവാറുള്ളൂ, പക്ഷേ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. തെറ്റ് ചെയ്തവർ അത് പെട്ടെന്ന് മറക്കും, പക്ഷേ അതൊന്നും അനുഭവിച്ചവർക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ച് അനുഭവിച്ച ഓരോ കാര്യവും എൻ്റെ നെഞ്ചിൽ, അനുഭവിപ്പിച്ച ഓരോ കാര്യം എൻ്റെ നെഞ്ചിൽ തന്നെ ഉണ്ടെന്ന് ലക്ഷ്മിയോട് പറയുവാണേ. ലക്ഷ്മി പറയുക, ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കണ്ടുമുട്ടൽ പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, പക്ഷേ കറങ്ങി തിരിഞ്ഞ് എല്ലാവരും ഒരു സ്ഥലത്ത് എത്തിയല്ലോ. ഇനി കാർത്തികമ്മളുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കുടുംബം പോലെ എല്ലാം കല്യാണിയും
കിരണും സാഹചര്യങ്ങൾക്കൊത്ത് ചെയ്തോളും. പിന്നെ വാർദ്ധക്യം എന്തായാലും പ്രകാശന് ഭയങ്കര സന്തോഷം ഉണ്ടാവും, കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുക. ഇന്നത്തെ ജനറേഷനിലുള്ള മക്കളല്ല നമ്മുടെ മക്കളെന്ന് പ്രകാശൻ പറയുകയാണേ. അതേടി നീ പറഞ്ഞ ശരിയാണ്, ഇന്നത്തെ മക്കളെ പോലെയല്ല അച്ഛനമ്മമാരുടെ മനസ്സറിയാവുന്ന മക്കളാണ്. പല അച്ഛനമ്മമാരെയും വൃദ്ധസദനത്തിൽ കൊണ്ടുകളയുന്ന ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ പറയില്ലേ, അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ അമ്മമാർക്ക് തന്നെയാണ്. നിങ്ങൾ കൊടുത്ത സ്നേഹവും പ്രാർത്ഥനയും, അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല നിലയിലിരിക്കുന്നതെന്ന് പ്രകാശൻ പറയുവാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം, ദീപ വന്നില്ലേ? പ്രകാശനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച ടെക്സ്റ്റൈൽസിൽ പോയത് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ ലക്ഷ്മി ചോദിക്കുക, അവൾക്കൊന്നും വാങ്ങിയില്ലേ? പ്രകാശൻ, അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾ ഇഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയ ഒരു കളറ് നിശ്ചയത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, നീ പോയി നോക്കിക്കുക, നിങ്ങൾ കളർ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നു. പ്രകാശൻ പോവുകയാണ്. ലക്ഷ്മിയമ്മ സാരി എടുത്ത് കണ്ണാടിയുടെ മുന്നിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം പ്രകാശൻ ഇത്രയും കാലത്തിന് ശേഷം അതും സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്തൊരു സാരിയല്ലേ. ലക്ഷ്മി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വെച്ചൊക്കെ നോക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന രാത്രിയിൽ കാർത്തിക ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ അങ്ങോട്ട് കല്യാണി വരുവാണേ. കല്യാണി പറയുക, അങ്ങോട്ട് വന്നു കഴിച്ച് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കാർത്തിക അമ്മമാർ എവിടെയും നല്ല മണം അടിക്കുന്നുണ്ടല്ലോ. കല്യാണി പറയുക, പാചകത്തിലാണെന്ന് തോന്നുന്നു. കാർത്തിക, അതെയോ? കല്യാണി, അതെ, രണ്ടാളും നല്ല കുറ്റബോധമുണ്ട് അച്ഛനെ വെറുത്തതിൽ. അച്ഛൻ മാറിയിട്ടും മാറിയില്ലെന്നും പറഞ്ഞ് നടക്കുമല്ലായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനും സൽക്കരിക്കാനും വേണ്ടി പരിപാടികളാണ്. കാർത്തിക പറയാ, അല്ലെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെയുള്ള അടുക്കളയിൽ കയറുമോ? അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് കളിയാക്കണ്ടേ? അപ്പോൾ കാർത്തിക പറയാം, പിന്നെ വേണം കല്യാണി, എൻ്റെ കുഞ്ഞുനാളിൽ അച്ഛൻ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വലിയ സ്നേഹത്തോടെയായിരുന്നു ഭക്ഷണം ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഉണ്ടായതിനു ശേഷം അമ്മയ്ക്ക് അത്ര വലിയ സ്നേഹത്തോടെയൊന്നും അല്ല ഉണ്ടാക്കി കൊടുത്തത്. കാരണം എന്നോട് അത്ര വലിയ തൃപ്തിയൊന്നും അച്ഛനില്ലായിരുന്നല്ലോ. പിന്നീട് എത്ര ഉണ്ടാക്കി കൊടുത്താലും ഭക്ഷണമൊന്നും അച്ഛൻ എനിക്കും തരത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലാതെ ഉണ്ടാക്കി കൊടുത്തോണ്ടെന്ന് പറയുക. കാർത്തിക, ഞാൻ പിന്നെ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഞാൻ ജനിച്ചപ്പോൾ തന്നെ അച്ഛൻ എന്നെ ഓടയിൽ എറിഞ്ഞിട്ട് പോയല്ലോ. കല്യാണി പറയാം, പോട്ടെ, എന്തായാലും അമ്മമാർക്ക് അച്ഛനും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉറങ്ങണം, നാളെയാണ് നിശ്ചയം. അപ്പോൾ ചേച്ചിക്കൊരു ചൂടും ഇല്ലല്ലോ എന്ന് കല്യാണി ചോദിക്കും. കാർത്തിക ചോദിക്കുക, അതിനെന്തിനാണ് ചൂടാകുന്നത്? നാളെയും സാധാരണ പോലെ ഒരു ദിവസം, പിന്നെ നിശ്ചയത്തിന് അവിടെ 6-7 പേര് വരും, പിന്നെ ഒരു മോതിരം മാറും, അല്ലാതെ വിപുലമായ ചടങ്ങൊന്നും ഇല്ലല്ലോ. കല്യാണി പറയുക, ചേച്ചി വാ, നമുക്കൊന്ന് അടുക്കളയിൽ പോയിട്ട് വരാം. അടുക്കളയിൽ ചപ്പാത്തി പരത്തുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മയും ദീപ മുട്ടക്കറി ഉണ്ടാക്കുവാണ് കേട്ടോ. പ്രകാശിൻ്റെ ടേസ്റ്റ് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന നിനക്കാണല്ലോ ദീപയെന്ന് പറയാണ്. നീയല്ലേ 10-20 കൊല്ലം അങ്ങേർക്കൊപ്പം ജീവിച്ചത്, ഞാൻ കഷ്ടിച്ച് 2 വർഷം ഒന്നിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എൻ്റെ അമ്മയായിരുന്നു പാചകം മൊത്തം. ദീപ പറയാം, കാൽവാരത്തെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ പ്രകാശൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. പാചകം പ്രകാശൻ്റെ അമ്മ നന്നായി ചെയ്യും. അമ്മയിൽ നിന്നാണ് ഞാൻ പലതും പഠിച്ചത്. അന്ന് പ്രകാശൻ ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ചോറായിരുന്നു വേണ്ടത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇതൊക്കെ കൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്. പിന്നെ വിക്രം ജനിച്ചതിന് ശേഷം അവന് എന്ത് ഭക്ഷണം വേണ്ടിയിരുന്നോ അതായിരുന്നു എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്. അച്ഛനും അമ്മൂമ്മയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചപ്പാത്തി ഡോക്ടർ പറഞ്ഞ രീതിക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ മുട്ടയുടെ വെള്ള കൊടുക്കാമെന്നും അത് മസാലയൊക്കെ ഇട്ട് വെക്കുന്നത് പ്രകാശന് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്തേക്ക് മക്കൾ രണ്ടുപേരും കൂടി കാർത്തികയും കല്യാണിയും വന്ന് നിന്നിട്ട് ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. കല്യാണി പറയാം, നോക്ക് ചേച്ചി, നമ്മുടെ ഇഷ്ടത്തിനല്ല അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്നത്. കാർത്തിക പറയാം, ബന്ധം പിരിഞ്ഞ ശേഷം ഭാര്യമാരെ തിരിച്ചു കിട്ടുന്ന അപൂർവ അച്ഛന്മാരിൽ ഒരാളാണ് നമ്മുടെ അച്ഛനും. ലക്ഷ്മിയമ്മയും കിരൺമോൻ്റെ ജീവൻ രക്ഷിച്ച ആളോട് ഞങ്ങൾക്ക് സ്നേഹമൊക്കെ കാണിക്കണ്ടേ? കല്യാണി പറയും, ഇത്രയും നാളില്ലായിരുന്നല്ലോ. അപ്പം കാർത്തിക പറയാം, അച്ഛൻ്റെ പേര് കേട്ടാൽ 2 പേർക്കും ദേഷ്യം വരുമായിരുന്നു. ലക്ഷ്മിയമ്മ പറയാം, അതും നിനക്കുണ്ടായിരുന്നല്ലോ കാർത്തികേ. അപ്പം കല്യാണി മോൾക്ക് മാത്രമാണ് പ്രകാശനോട് സ്നേഹം ഉണ്ടായിരുന്നതെന്ന് ലക്ഷ്മിയമ്മ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കുറേ നേരം ഇവർ അമ്മമാരെ കളിയാക്കിയിട്ട് രണ്ടുപേരും കൂടി പതുക്കെ അങ്ങ് പോവുകയാണ് കേട്ടോ. ഞങ്ങളൊന്ന് അച്ഛനെ നോക്കിയിട്ട് വരാം, നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോൾ പ്രകാശൻ ഫോണിൽ എന്തോ നോക്കുവാണ്. അപ്പോൾ കല്യാണി വന്നിട്ട് പറയാം, അതേ, ഇഷ്ടമുള്ള ഭക്ഷണം ഭാര്യമാർ മത്സരിച്ചുണ്ടാക്കുവാന്ന്. പ്രകാശൻ, എന്തിനാ മത്സരിക്കുന്നത്? കാർത്തിക പറയാം, വർഷങ്ങൾക്ക് ശേഷം ഭാര്യമാർക്ക് ഭർത്താവിനെ കളഞ്ഞു കിട്ടിയതല്ലേ, അതിൻ്റെ സന്തോഷമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ആ സമയത്തേക്ക് നമ്മുടെ ബൈജു അങ്ങോട്ട് വന്നിട്ട് പറയണേ, ഓ പ്രകാശേട്ടനെ കളിയാക്കണ്ട, ഭാര്യമാർ ഭർത്താക്കന്മാർക്കല്ലാണ്ട് അപ്പുറത്ത് കൂടി പോകുന്നവർക്കാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? എല്ലാവരും ചിരിക്കും കേട്ടോ ചെയ്യുന്നത്. ബൈജുവിൻ്റെ കോമഡി ഭയങ്കര അല്ലേ ചില സമയത്ത്, ആവശ്യത്തിന് അവനാവശ്യത്തിനും കോമഡി പറയല്ലേ. അപ്പോൾ ബൈജു പറയാം,
പ്രകാശേട്ടാ, നിങ്ങൾ ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഭാഗ്യവാനായ ഭർത്താവാണ്. സ്നേഹിക്കാൻ അറിയുന്ന ഭാര്യമാരും മക്കളും മരുമക്കളും ചുറ്റിനുമുണ്ടല്ലോ. അപ്പോൾ പ്രകാശേട്ടൻ പറയണേ, അതൊക്കെ ശരിയാ ബൈജു, അതിന് എന്ത് പുണ്യമാ ബൈജു ചെയ്തതെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ കല്യാണിയും കാർത്തിയും കൂടി വിളിക്കുക, വാച്ചാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിലോട്ട് പോവുകയാണേ. പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ മക്കൾ രണ്ടും മുന്നേ നടക്കുമ്പോൾ ബൈജു നിന്നിട്ട് പറയും, അതേ പ്രകാശേട്ടാ നമുക്കൊരു ചെറുതടിച്ചാലോ. എൻ്റെ ബൈജു, എനിക്ക് എൻ്റെ മണം പോലും ഇഷ്ടമല്ല, നീ എന്തുവായി പറയുന്നേ, ഞാനതിപ്പോൾ എടുക്കില്ല. അപ്പോൾ ബൈജു പറയാം, അല്ല പ്രകാശേട്ടാ, ഞാൻ പ്രകാശേട്ടൻ ഒന്ന് അളക്കാൻ ചോദിച്ചതെന്ന്. ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഇവിടെ മറ്റേ തോക്ക് വരുമോ, കടാര വരുമോ, ബോംബ് വരുമോ എന്നും പറഞ്ഞ് എല്ലാവരും പേടിച്ചിരിക്കുക ഗംഗപ്രസാദ് കൊണ്ടുവരുന്നത്. ഇവനാണ് ഇവിടെ കോമഡി. അങ്ങനെ എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ചപ്പാത്തി മുട്ടക്കറി എല്ലാവരും വിളമ്പുവാണ്. അപ്പോൾ ബൈജു പറയാം, അതേ മക്കൾ രണ്ടുപേരും ആ സൈഡിൽ ഇരുന്നു കേട്ടോ. പ്രകാശേട്ടൻ ഇരുന്നു, രണ്ട് സൈഡിലായിട്ട് മക്കൾ ഒരു സൈഡിൽ രണ്ടുപേരും പെൺമക്കൾ അടുത്തടുത്തിരുന്നു. പിന്നെ സെൻട്രലായിട്ട് ബൈജു ഇരുന്നു, ഇപ്പുറത്തെ സൈഡിൽ ദീപ, അത് കഴിഞ്ഞ് പ്രകാശിൻ്റെ അടുത്തായിട്ട് ലക്ഷ്മിയമ്മയായിട്ട് ഇരുന്ന് അവർ മുട്ടക്കറിയും ചപ്പാത്തിയും കഴിക്കുക കേട്ടോ. പക്ഷേ ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ, വിളമ്പുന്ന കൂട്ടത്തിൽ നമ്മുടെ ലക്ഷ്മിയമ്മയും പിന്നെ ദീപയും പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ്, പിന്നെ കോവയ്ക്കൊക്കെ തോരൻ വെച്ചിട്ടുണ്ട്, ഷുഗർ ഉള്ളതല്ലേ അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ കല്യാണി പറയാം, ഞങ്ങൾക്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ കല്യാണിയും കാർത്തികൊക്കെ പറയാം, കല്യാണി പറയാം, നാളെ ചേച്ചിയുടെ നിശ്ചയമാണെന്ന് ഒരു പരിഗണന പോലും ഇല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ വൈജു പറയാം, നിങ്ങൾ സഹോദരിമാർ ഒന്നിച്ചിങ്ങനെ ഇരിക്കുമല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടാക്കി തന്നോളൂ എന്ന് പറയും. അപ്പോൾ ലക്ഷ്മിയും പറയാം, അതേ മക്കളെ നിങ്ങളിതൊക്കെ കഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കി തരാമെന്ന് പറയാം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ദീപ പറയുന്നുണ്ട്, പ്രകാശേട്ടൻ പണ്ട് രാത്രി ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഇങ്ങനെ എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് കല്യാണി പറയാം, അതേ അമ്മമാരെ ഈ വെച്ചിരിക്കുന്ന മാത്രം മതി, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറയും. പക്ഷേ ഇവർ സംസാരിക്കുന്ന ഇടയിൽ തന്നെ പ്രകാശൻ പറയും, ഒരുത്തൻ ഭ്രാന്ത് പിടിച്ച് നടപ്പുണ്ട്, അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല, പിന്നെ അവനെ നമ്മൾ തീർക്കേണ്ടതായിരുന്നു, അവൻ ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ അവനങ്ങ് തീർത്ത് കളയേണ്ടതായിരുന്നു, അവനെ തീർക്കാതിരുന്നാണ് നമ്മൾ ചെയ്ത തെറ്റെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പറയുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ രാത്രി വീണ്ടും നാളെയും തുടരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് മിക്കവാറും നൈറ്റ് ഡേ ആവുന്നതോ മോർണിംഗ് ടൈം ആവുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് ഗംഗപ്രസാദ് രാത്രി തന്നെ എത്തും, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.